ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് മൈക്രോസോഫ്റ്റ് എക്സലിൽ നമ്പറിനോട് കൂടെ നമുക്കൊരു ടെക്സ്റ്റുകൾ ആഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇതിലൂടെ ഞാൻ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, സാധാരണഗതിയിൽ നമ്മൾ നമ്പർ ടൈപ്പ് ചെയ്യുമ്പോൾ ചില സമയങ്ങളിലൊക്കെ നമുക്ക് ഫീറ്റിൻ്റെ ഷോർട്ട് ഫോമായി FT എന്നുള്ളതും സെൻറ്റിമീറ്ററിൻ്റെ ഷോർട്ട് ഫോമായി CM അല്ലെങ്കിൽ M ഇങ്ങനെ തുടങ്ങിയുള്ള പല ടെക്സ്റ്റുകളും നമ്പറിനോട് കൂടെ ചേർക്കേണ്ടതായി നമുക്ക് വരും. ഈ സമയത്ത് ഇത് ടൈപ്പ് ചെയ്യാതെ എങ്ങനെ നമ്പറിൽ ഓട്ടോമാറ്റിക്കലായി നമ്മൾ ഉദ്ദേശിക്കുന്ന ലെറ്ററുകൾ എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളതാണ് പ്രധാനമായും ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. അതിനായി ആദ്യമായി നിങ്ങൾ മൈക്രോസോഫ്റ്റ് എക്സലിൽ ഒരു സെല്ല് സെലക്ട് ചെയ്യുക. ശേഷം ഇതിൽ ഏതെങ്കിലും ഒരു നമ്പർ ടൈപ്പ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് വേണ്ടത് പോയിന്റിന് ശേഷം ഒരു ഡെസിമൽ പ്ലേസും അതിനുശേഷം ഒരു ടെക്സ്റ്റുമാണ് വരേണ്ടത് എങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് നോക്കുക. ഇപ്പോൾ പോയിന്റിന് ശേഷം 3 ഡെസിമൽ പ്ലേസുകളുണ്ട്. ഈ 3 ഡെസിമൽ പ്ലേസ് വേണമെങ്കിലും അവിടെ നിലനിർത്താവുന്നതാണ്. അതല്ല എങ്കിൽ നിങ്ങൾക്ക് എത്ര ഡെസിമൽ പ്ലേസ് ആണോ എവിടെ ആവശ്യം ആ ഡെസിമൽ പ്ലേസ് നിർത്തുകയും അതിന് ശേഷം ബാക്കി സ്പെല്ലിങ്ങുകൾ ടെക്സ്റ്റുകൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഫോർമാറ്റ് സെൽ ടൈപ്പ് സെലക്ട് ചെയ്യുന്നതിന് ശേഷം നേരെ കസ്റ്റം എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ജനറൽ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാവുന്നതാണ്. ഇവിടെ നിങ്ങൾ 0.0 ഈ പോയിന്റിന് ശേഷം നിങ്ങൾ എത്രയാണോ സീറോകൾ ടൈപ്പ് ചെയ്യുന്നത് അത്രയും ഡെസിമൽ പ്ലേസുകൾ അവിടെ വരും. ഞാനിവിടെ ഒരു ഡെസിമൽ പ്ലേസ് അടിക്കുന്നുള്ളൂ. ശേഷം ഞാൻ ടൈപ്പ് ചെയ്യുന്നത് ടൈപ്പ് ചെയ്തതിന് ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും 284.5 ഫീറ്റിന് FT എന്നുള്ളതാണ് വന്നിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ഇവിടെ ഇഷ്ടമുള്ള നമ്പറുകൾ നമുക്ക് താല്പര്യമുള്ള ഏത് നമ്പറുകൾ ടൈപ്പ് ചെയ്താലും പോയിന്റിന് ശേഷം എത്ര സംഖ്യകൾ നമ്മൾ ടൈപ്പ് ചെയ്താലും അത് പോയിന്റിന് ശേഷം ഒരൊറ്റ നമ്പറിലേക്ക് ചുരുങ്ങുകയും അതിനുശേഷം FT എന്നുള്ള വാല്യൂ ഇത് അവിടെ വന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഒരിക്കലും നമ്പറിൽ നമ്മൾ ഒരിക്കലും മാറ്റം വരുത്തിയിട്ടില്ല. നമ്മുടെ നമ്പർ കൃത്യമായും നമ്മൾ ടൈപ്പ് ചെയ്ത നമ്പർ തന്നെയാണ് എന്ന് നമുക്ക് ഫോർമുല ബാർ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ കാൽക്കുലേഷനിൽ അതൊരു പ്രശ്നവും വരികയില്ല. കാൽക്കുലേഷനിൽ എപ്പോഴും റിയൽ നമ്പർ മാത്രമായിരിക്കും ഉപയോഗിക്കുക. അപ്പിയറൻസിൽ മാത്രമേ ഈ ഒരു രൂപത്തിൽ കാണുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ വാല്യൂകളിൽ പ്രശ്നം വരുമെന്ന് ആരും ഇതിനുകൊണ്ട് ഭയപ്പെടേണ്ടതില്ല. ഓക്കെ, നമുക്ക് ഈ സെല്ല് മറ്റൊരു സെല്ലിലേക്ക് കോപ്പി ചെയ്യുകയാണെങ്കിൽ ഇതേ കസ്റ്റം ഫോർമാറ്റ് അവിടെയും നമുക്ക് കാണാൻ സാധിക്കും. ഇത് വേറെ വർക്ക് ബുക്കിലേക്ക് കോപ്പി ചെയ്താൽ ഇതേ ഫോർമാറ്റ് നമുക്ക് ആ വർക്ക് ബുക്കിലും ഉപയോഗിക്കാൻ സാധിക്കും. ഓക്കെ, ഈ വീഡിയോയിൽ പറഞ്ഞുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. പ്രധാനമായും നമ്മൾ ചർച്ച ചെയ്തത് എങ്ങനെയാണ് ഒരു നമ്പറോട് കൂടെ നമുക്കൊരു ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ എങ്ങനെയാണ് നമുക്ക് ഡെസിമൽ പ്ലേസുകൾ കൺട്രോൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു ചെറിയ രൂപവും ഇതിലൂടെ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഡെസിമൽ പ്ലേസ് കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയെന്നതിനെ കുറിച്ചുള്ള വിശദമായ രൂപം തൊട്ട് മുമ്പ് പറഞ്ഞുള്ള വീഡിയോയിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾക്കായി ആ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോയിൽ പറഞ്ഞുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഈ വീഡിയോ വീക്ഷിച്ചതിന് നന്ദി. താങ്ക് യു വെരി മച്ച്.